ഹായ് ഗൈസ്, വെൽക്കം ടു അൺഫിൽറ്റേഡ് ട്രാക്സ്. കേരള രാഷ്ട്രീയത്തിൽ വാക്പോരുകൾ പുത്തരിയല്ല. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവും ഒരു ജനപ്രിയ കലാകാരനും തമ്മിലുള്ള വാദപ്രതിവാദങ്ങളാണ്. CPM നേതാവും മുൻ മന്ത്രിയുമായ ഡോക്ടർ തോമസ് ഐസക് നടനും സംവിധായകനുമായ രമേശ് പിഷാരടിയെ കോമാളി എന്ന് വിളിച്ചത് വലിയ വിവാദമായി. രാഷ്ട്രീയ അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ ഒരു കലാകാരനെ ഇത്തരത്തിൽ അധിക്ഷേപിക്കണോ എന്ന ചോദ്യം ഉയർന്നു. എന്നാൽ അവിടെ കഥ അവസാനിച്ചില്ല. തൻ്റെ വാക്കുകൾ പിൻവലിച്ച് തെറ്റുതിരുത്തി തോമസ് ഐസക് രംഗത്തെത്തി. ഈ ഒരു സംഭവവും അതിൻ്റെ രാഷ്ട്രീയ സാമൂഹിക വശങ്ങളും നാം ഇന്ന് അൺഫിൽറ്റേർഡായി പരിശോധിക്കുന്നതാണ്. വെൽക്കം ടു ദ വീഡിയോ. എന്താണ് സംഭവിച്ചത് നമുക്ക് നോക്കാം. രമേശ് പിഷാരടി കോൺഗ്രസ് അനുകൂല നിലപാടുകൾ സ്വീകരിക്കുകയും UDF വേദികളിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യാറുണ്ട്. അതുപോലെ 2026 നടക്കാൻ പോകുന്ന ഇലക്ഷനിൽ പാലക്കാടിലെ കാൻഡിഡേറ്റാണ് രമേശ് പിഷാരടി. ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ കാതൽ എന്ന് പറയുന്നത് സഹിഷ്ണുതയും മാനവികതയുമാണ്. എന്നാൽ ഒരു കലാകാരൻ തങ്ങൾക്കെതിരെ രാഷ്ട്രീയ അഭിപ്രായം പറഞ്ഞു എന്നതിൻ്റെ പേരിൽ അയാളെ കോമാളി എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നത് ആദർശങ്ങൾക്ക് നിരക്കാത്ത ഒന്നാണ്. അധികാരത്തിലെത്തിയിരിക്കുന്ന ഒരു പാർട്ടിയുടെ മുതിർന്ന നേതാവിൽ നിന്നും ഇത്തരം പ്രയോഗങ്ങൾ ഉണ്ടാകുന്നത് രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് ചേർന്നതല്ല. പക്ഷേ CPMലുള്ള പല മുതിർന്ന നേതാക്കളും ഇതുപോലുള്ള കാര്യങ്ങളിൽ ഒരു ക്ഷമ പോലും പറയാൻ കാണിച്ചിട്ടില്ല. പക്ഷേ തോമസ് ഐസക് അതിൽ നിന്നും വ്യത്യസ്തനായി ക്ഷമ ചോദിച്ചിട്ടുണ്ട്. തോമസ് ഐസക് ഇതുപോലൊരു കോമാളി പരാമർശം നടത്തിയെന്ന് മാധ്യമപ്രവർത്തകർ പിഷാരടിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഇതിനൊന്നും മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല, എനിക്ക് സ്വാതന്ത്ര്യം മാത്രമല്ല സംസ്കാരവും കൂടി ഉണ്ട് എന്ന് പറഞ്ഞ് മന്ത്രിയെ കളിയാക്കിയ ഒരു കാര്യം പറഞ്ഞു. സമരം ചെയ്താൽ സംസ്കാരം കിട്ടണമെന്നില്ല എന്ന് കൂടി പറഞ്ഞു. നല്ലൊരു രീതിയിലുള്ള മറുപടിയാണ് പിഷാരടി പറഞ്ഞിട്ടുള്ളത്. ആരെയും അധിക്ഷേപിക്കാതെ കറക്റ്റായിട്ടുള്ള ഒരു മറുപടിയാണ് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വന്നത്. ഒടുവിൽ പ്രതിഷേധം കനത്തപ്പോഴാണ് ഡോക്ടർ തോമസ് ഐസക് എൻ്റെ വാക്കുകൾ തിരുത്തിയത്. ഇത് ആത്മാർത്ഥമായുള്ള തിരിച്ചറിവാണോ അതോ തിരഞ്ഞെടുപ്പ് കാലത്തെ തിരിച്ചടി ഭയന്നുള്ള പിൻവാങ്ങലാണോ എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാണ്. രാഷ്ട്രീയ വിമർശനമാകാം, പക്ഷേ അത് ഒരാളുടെ തൊഴിലിനെയോ വ്യക്തിത്വത്തെയോ അപമാനിക്കുന്നതാകരുത്. CPM സൈഡകടങ്ങളിൽ ഇത്തരം കൊട്ടേഷൻ ശൈലിയിലുള്ള അധിക്ഷേപങ്ങൾ പതിവാണെന്ന വിമർശനം നിലനിൽക്കെ തോമസ് ഐസക്കിനെ പോലെയുള്ള നേതാവ് അതിന് തുടക്കമിട്ടത് പാർട്ടിക്ക് തന്നെ വലിയ നാണക്കേടുണ്ടാക്കി. ഈ ഒരു സംഭവത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അധികാരത്തിൻ്റെ ധാർഷ്ട്യം. ഭരണത്തിലിരിക്കുന്ന പാർട്ടിയുടെ നേതാക്കൾ എന്ത് അധിക്ഷേപവും നടത്താം എന്ന അവസ്ഥ ഉണ്ടാകരുത്. വിമർശിക്കുന്നവരെ നിശബ്ദരാക്കാൻ വ്യക്തിഹത്യ ഒരു ആയുധമാക്കുന്നത് അപകടകരമാണ്. കലാകാരന്മാരുടെ രാഷ്ട്രീയ ബോധം പാടില്ല എന്ന ചിന്താഗതി മാറ്റണം. രാഷ്ട്രീയക്കാരെ പോലെ തന്നെ ഈ നാടിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ അവർക്കും തുല്യ അവകാശമുണ്ട്. തോമസ് ഐസക് തൻ്റെ നിലപാട് തെറ്റാണ് എന്ന് പറഞ്ഞ്, പക്ഷേ അത്തരം പ്രവണതകൾ ഇനി ആവർത്തിക്കില്ലെന്ന് ഉറപ്പുവരുത്താൻ CPM നേതൃത്വത്തിന് ബാധ്യതയുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് താഴെ കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ്.